മുക്കം നഗരസഭയിലെ മണാശ്ശേരി അങ്ങാടിയിൽ നിത്യേനയുണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് ജനജീവിതത്തിന് തന്നെ ദുരിതമാവുന്നതായി നാട്ടുകാർ. ഓരോ ദിവസവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വാഹനക്കുരുക്കിൽ പൊറുതിമുട്ടുകയാണ് ജനം. മുക്കം നഗരസഭയിലെ മണാശ്ശേരി അങ്ങാടിയിലെ ഒരു പതിവ് കാഴ്ചയാണിത്. വാഹനത്തിരക്കിലമർന്ന് നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥ. പൊതുവെ വീതി കുറഞ്ഞ അങ്ങാടിയിൽ 4 ഭാഗത്തു നിന്നും നൂറുകണക്കിന് വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് വഴി സ്തംഭിക്കുന്നു. ഇതിനിടയിൽ KMCT മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെയുമായി പാഞ്ഞു പോകുന്ന ആംബുലൻസുകളും അകപ്പെടുന്നു. വാഹനക്കുരുക്ക് നിയന്ത്രിക്കാൻ പല സമയത്തും നാട്ടുകാർ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായി നഗരസഭയുടെ ഗതാഗത നിയന്ത്രണത്തിന് ഒരു ഹോം ഗാർഡിനെ നിയമിച്ചെങ്കിലും അതും ഏറെക്കാലം നിന്നില്ല. കാര്യങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ. ഇതിനിടെ നഗരസഭയും പോലീസും ചേർന്ന് മണാശ്ശേരി അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിച്ച് ഗതാഗതക്കുരുക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതും അശാസ്ത്രീയമായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ള പരിഷ്കരണങ്ങൾ പാളിപ്പോയ അവസ്ഥയാണ് ഇപ്പം മുക്കത്ത് മണാശ്ശേരി അങ്ങാടി കാണുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായ മാറ്റമാണ് നടത്തിയതെങ്കിൽ പോലും അത് ശാസ്ത്രീയമല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ 2 ബസ് സ്റ്റോപ്പും ഒരേ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. മുക്കത്തുനിന്ന് വരുന്ന ബസ് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സും ചെന്നമലൂർ വഴിക്ക് പോകുന്ന ബസ്സും ഒക്കെ ഒരേ സ്ഥലത്ത് നിർത്തുകയാണ്. അത് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് വരുന്ന ബസ് അതിൻ്റെ നേരെ എതിർവശത്ത് നിർത്തുന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ 2 ബസ്സും അടുത്തടുത്ത് നിർത്തുമ്പോൾ 2 ഭാഗത്തേക്ക് മുക്കം ഭാഗത്തേക്ക് വലിയ ലൈൻ രൂപപ്പെടുന്നു, കോഴിക്കോട് ഭാഗത്തേക്കും വലിയ ലൈൻ രൂപപ്പെടുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് രൂപപ്പെടുന്ന ലൈനിൻ്റെ ബാക്കി പത്രമായിട്ട് ചെന്നമംഗലൂർ ഭാഗത്തേക്കും മുത്താലം ഭാഗത്തേക്കും ബ്ലോക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വലിയ ബ്ലോക്ക്. ജില്ലയിലെ ഒരു പ്രധാന മെഡിക്കൽ കോളേജും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള മണാശ്ശേരിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഫ്ലൈ ഓവറോ ബൈപ്പാസോ ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പദ്ധതികൾ ഉടൻ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത, മുക്കം.